ഞാൻ രണ്ടും കൽപ്പിച്ചെന്നാണ്. മത്സരിക്കാൻ തീരുമാനിച്ചു. എസ്റ്റാറ് എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവെല്ലാം ഒരാളും വിലക്കില്ല. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ ഇതിന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മൾ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അവിടുന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിന് ഞാൻ ഇത്രയും സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലുണ്ട്. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുക്കില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ സ്പീച്ചിന്റെ ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. തിരുമല തൃക്കണ്ണാപുരത്ത് പ്ലാവിളയുള്ള ഒരു യുവ നേതാവിൻ്റെ ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം നല്ല ഒരു ബിസിനസ് സംരംഭകൻ കൂടിയായിരുന്നു. തിരുമല സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഷോപ്പുണ്ട്. ഇവിടെ ഈ വീട്ടിൻ്റെ പിൻവശത്താണ് ഒരു ഷെഡുള്ളത്. ആ ഷെഡിലാണ് പുലർച്ചയോടുകൂടി ആനന്ദിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ ഇടപ്പഴിഞ്ഞിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ ഭൗതിക ശരീരം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ആത്മഹത്യാ കുറിപ്പെന്ന രീതിയിൽ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ അയച്ച വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. അതിൽ കൂടുതലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് വളരെ ദീർഘകാലത്തെ RSS BJP ബന്ധമുള്ള ആളാണ് താനെന്നും തനിക്കിപ്പോൾ സീറ്റ് കിട്ടാത്തതിൽ അത് മണ്ണ് മാഫിയയുടെ ഇടപെടലാണ് എന്നൊക്കെയുള്ള വളരെയധികം പാർട്ടിയെ മുൾമുനയിൽ നിർത്തത്തക്കവണ്ണമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് ഈ യുവനേതാവ് ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആനന്ദ് കെ തമ്പിയാണ് വീട്ടിൻ്റെ പിൻവശത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇയാൾക്ക് 40 വയസ്സാണ്. ഇപ്പോൾ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്, വീട് സന്ദർശിക്കാനായി വരുന്നുണ്ട്. അതിനും വലിയ ഒരു രാഷ്ട്രീയ മാനമാണ് ഉള്ളത്. മുൻപും ഇതുപോലെ ഒരു BJP നേതാവ് കോർപ്പറേഷൻ്റെ തന്നെ ഓഫീസിൽ തിരുമല തൂങ്ങി നിന്ന ഒരനുഭവം നമുക്ക് ഉണ്ടായതാണ്. ഇതുപോലെ ഉണ്ടാകുന്ന ആൾക്കാരുടെ തിരോധാനത്തിൽ അതിലെ കുറ്റക്കാരെ വളരെ അധികം മാതൃകാപരമായി ശിക്ഷിക്കും, അതിൽ സംശയമൊന്നുമില്ല എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് മന്ത്രി പ്രകടിപ്പിച്ചത്. അദ്ദേഹം വീട്ടിലേക്ക് ഇപ്പോൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സഹകരണ സംഘം ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കി BJP കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത് 2 മാസം പിന്നിടുമ്പോഴാണ് കോർപ്പറേഷൻ പരിധിയിൽ മറ്റൊരു പ്രവർത്തകന്റെ ആത്മഹത്യ. ശിവസേന പിന്തുണ നേടിയ ആനന്ദ് വെള്ളിയാഴ്ച അംഗത്വം സ്വീകരിച്ചിരുന്നതായി ശിവസേന നേതാക്കൾ പറഞ്ഞു. ഇന്നലെ രാവിലെയും പ്രചാരണത്തിനിറങ്ങിയിരുന്നു. ആതിരയാണ് ഭാര്യ. മക്കൾ കാശിനാഥൻ, ശിവഗംഗ എന്നിവരാണ്. മന്ത്രി ഇപ്പോൾ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയാണ്, വിവരങ്ങൾ തിരക്കുകയാണ്. തൃക്കണ്ണാപുരത്ത് അദ്ദേഹം മത്സരിക്കും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ആനന്ദും ആനന്ദിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ. അവിടെ സീറ്റ് തനിക്കാണ് എന്ന അഭിപ്രായം പോലും പലരോടും ആനന്ദ് പങ്കുവച്ചിരുന്നു. RSSൻ്റെ ജില്ലാ നേതാക്കളോടും ആനന്ദ് ഈ താല്പര്യം അറിയിച്ചിരുന്നതായാണ് വിവരം. എന്നാൽ വാർഡ് തലത്തിലെ നേതാക്കൾ ജില്ലാ കമ്മിറ്റിക്ക് അയച്ച 5 അംഗ പാനലിൽ പോലും ആനന്ദിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിൻ്റെ പ്രതികരണങ്ങൾ പല രാഷ്ട്രീയ ഉന്നത മേഖലയിൽ നിന്നും പുറത്തു വന്നതിൽ നിന്ന് ആ വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. RSS പശ്ചാത്തലവും സംരംഭകൻ എന്ന മേൽവിലാസവും ഉള്ളതുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലായതോടെയാണ് പ്രതിഷേധ സൂചകമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ആനന്ദ് തീരുമാനിച്ചത്.
എന്നാൽ അപ്രതീക്ഷിതമായി ശിവസേന നേതാക്കളുമായി ചർച്ച നടത്തുകയും തൃക്കണ്ണാപുരത്തെ ആനന്ദിന്റെ ഹോട്ടലിൽ വെച്ച് ശിവസേന അംഗത്വം അംഗീകരിക്കുകയും ആയിരുന്നു. ഇന്നലെ ഉച്ചവരെ പ്രചാരണത്തിൽ സജീവമായിരുന്നു ആനന്ദ്. നാളെ വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചതായാണ് ശിവസേന വൃത്തങ്ങൾ അറിയിക്കുന്നത്. തൃക്കണ്ണാപുരത്തിനടുത്ത് കുന്നപ്പുഴയിൽ ഗുരു എന്റർപ്രൈസസ് എന്ന പേരിൽ ആനന്ദ് പെയിന്റ് വ്യാപാരം നടത്തിയിരുന്നു. അർബൻ കിച്ചൺ, അർബൻ ടച്ച് ബ്യൂട്ടി പാർലർ എന്നിവയിലും ആനന്ദിന് ബിസിനസ് പങ്കാളിത്തമുണ്ടായിരുന്നു. ബിസിനസ് ആവശ്യത്തിനായി എടുത്ത 37 ലക്ഷം രൂപയുടെ വായ്പ ബാധ്യതയുള്ളതായി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപ അച്ഛനോട് കടം വാങ്ങിയിരുന്നു എന്നും. ഇത് മലയാള മനോരമയുടെ ഇന്നത്തെ ട്രിവാൻഡ്രം എഡിഷനിൽ വന്ന റിപ്പോർട്ടുകളാണ്. എല്ലാ വായ്പയുടെയും മാസ അടവ് കൃത്യമായി നടത്തിയിരുന്നു. പെയിന്റ് കടയിൽ 30 ലക്ഷം രൂപയുടെ സ്റ്റോക്കുണ്ട് എന്നും പറയുന്നുണ്ട്. 12 ലക്ഷം രൂപ പെയിന്റ് വിൽപ്പന നടത്തിയ വകയിൽ കിട്ടാനുമുണ്ട്. വഞ്ചനാട് സഹകരണ സംഘത്തിൽ നിന്ന് 22 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും കുറിപ്പിലുണ്ട്. BJPയുടെ ചില നേതാക്കൾ പണം മടക്കി നൽകാനുള്ളതായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുമുണ്ട്. കിട്ടാനും കൊടുക്കാനുമുള്ള പണത്തിൻ്റെ കണക്കുകൾ പെയിന്റ് കടയിലെ കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്നാണ് പ്രത്യേകമായി എഴുതിയിരിക്കുന്നത്. നാട്ടിൽ നല്ല നിലയ്ക്ക് ജീവിതം നയിച്ചിരുന്ന ആനന്ദിൻ്റെ ആത്മഹത്യ നാട്ടുകാർക്കും വളരെ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മരണവിവരം അറിഞ്ഞതിനു പിന്നാലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഭാര്യ ആതിരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മക്കൾ, ഭാര്യ, അങ്ങനെ കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ പ്ലാവിളയുള്ള വീട്ടിൽ, സരോവരമെന്ന വീട്ടിൽ കഴിഞ്ഞു പോവുകയായിരുന്നു. ഇങ്ങനെ ഒരു ദുർവിധി വന്നത് എന്ന് ആർക്കും ഒരു പിടിയുമില്ല.